അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ബുധനാഴ്ചത്തെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 10 മണിയായിട്ടുണ്ട്. നമ്മൾ ചായ കുടിച്ചു, CNG അടിച്ചു. CNG 640 രൂപയ്ക്കാണ്, 650 രൂപയ്ക്ക് നമ്മൾ CNG അടിച്ചിട്ടുണ്ട്, ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ കൊത്തന്നൂരിന്ന് മാന്യത ടെക് പാർക്കിലേക്കാണ് ട്രിപ്പ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടായിരിക്കുന്നു. 8 കിലോമീറ്ററിന് 205 രൂപയാണ് കാണിച്ചത്. അപ്പം പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇപ്പം ഞാൻ യൂഷ്വലി നമ്മുടെ ട്രിപ്പ് അടിച്ചത് എവിടെ നിന്നാണ്, എത്ര രൂപയ്ക്കാണ് അടിച്ചത്, എത്ര കിലോമീറ്റർ ഓടി, എത്ര സമയം എടുത്തു എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അതല്ല, അതിൽ കൂടുതൽ ഡീറ്റെയിൽസ്, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം. അപ്പോൾ ആ കമൻറ്റിനനുസരിച്ചായിരിക്കും എനിക്ക് പറയാനായിട്ട്. കാരണം നമ്മളിപ്പം യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമുക്ക് ഇതൊക്കെ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ, ഒന്ന് ശീലമായി വരുന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, അപ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മുടെ ഫ്ലീറ്റിൻ്റെ കാര്യവും അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസിലും നമുക്കത് പറയുന്നത് എങ്ങനെയാണ് എന്നോർത്താണ് എല്ലാ വീഡിയോസിലും പറയാത്തത്. അപ്പോൾ നമ്മൾ റെൻ്റാണ്, എവറസ്റ്റ് ഫ്ലീറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 24 hours ഡയറക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ നിന്നാണ് പിക്കപ്പ്. നമ്മൾ ആളെ പിക്ക് ചെയ്യാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. 205 രൂപയാണ് നമുക്ക് കിട്ടിയത്. അവിടുന്ന് പിന്നെ ട്രിപ്പ് അടിക്കുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ മെല്ലെ മൂവ് ചെയ്തു ഇങ്ങ് ഷെണ്ണൂർ ഡിപ്പോട്ടിൻ്റെ അവിടം വരെ വന്നപ്പോഴാണ് നമുക്ക് പിന്നെ ഒരു ട്രിപ്പ് അടിച്ചത്. അതിപ്പം അടിച്ചേക്കുന്നത് എയർപോർട്ടിനാണ്. ഇപ്പോൾ ഈ സിഗ്നലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, ഒരു 2-3 മിനിറ്റായി. കസ്റ്റമർ വിളിച്ച് ചോദിച്ചു, വരുന്നില്ല, നിങ്ങളവിടെ നിൽക്കുവാണല്ലോ എന്ന് ചോദിച്ച് പറഞ്ഞ് വരുന്നുണ്ട്, പക്ഷെ സിഗ്നലിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ക്യാൻസൽ ചെയ്യുമോ ഇല്ലെന്ന് അറിയത്തില്ല. ട്രിപ്പ് കുറവാണ് ഗൈസ്. നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ട്രിപ്പ് അടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ അടിക്കുന്നില്ല. ട്രിപ്പ് നിർത്തി കഴിഞ്ഞിട്ട്, ആളെ ഇറക്കി കഴിഞ്ഞിട്ടേ നമുക്കിപ്പോൾ അടിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ മാസാവസാനമാകുമ്പോൾ ട്രിപ്പ് കുറയാറുണ്ട് സാധാരണ. അപ്പം അതിൻ്റെ ആയിരിക്കും. ഇപ്പം ഈ മാസം എനിക്ക് തോന്നുന്നത് 30-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേനും, ശനിയും ഞായറും ഒക്കെ ആകുമ്പോൾ ട്രിപ്പിൻ്റെ കിട്ടുന്ന എണ്ണം കൂടുമെന്ന് തോന്നുന്നു. അപ്പം ഇപ്പം സമയം 10:40 10:40 നമ്മൾ ചെല്ലുമ്പം, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഏതായാലും 11 മണി, 11:30-12 മണിയാവും. എയർപോർട്ട് കഴിയുമ്പോൾ 12 ആകുമായിരിക്കും. അപ്പം 12 ആകുമ്പോഴത്തേനും എയർപോർട്ടിൽ ഫ്ലൈറ്റ് 10:30 ഫ്ലൈറ്റ് കാണിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എയർപോർട്ട് എടുത്തത്. പക്ഷേ എയർപോർട്ട് എടുത്താലുള്ള കുഴപ്പം, റേറ്റ് ഇല്ല. ഇന്നലെ നമ്മൾ 25 കിലോമീറ്റർ ഓടിയിട്ട് 350 രൂപയാണ് കിട്ടിയത്. അപ്പം ചെറിയ ട്രിപ്പ് എന്തെങ്കിലും കയറുന്ന ആൾക്കാരോട് ചോദിച്ച് നമ്മൾ അടുത്തോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞ് വേണം എടുക്കാനായിട്ട്. കാരണം 50 കിലോമീറ്റർ അല്ലെ 60 കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റേറ്റ് കിട്ടത്തില്ല. അതിലും കൂടാതെ എയർപോർട്ടിൽ പോയി തിരിച്ചു വരുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഇപ്പം അതായത് നമുക്ക് ഓടിയല്ലേ പറ്റത്തുള്ളൂ. ഓവർ റേറ്റ് തന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ വയറ്റിപ്പഴപ്പതല്ലേ. അപ്പം ഏതായാലും കസ്റ്റമറിനെ ഞാനൊന്ന് പിക്ക് ചെയ്യട്ടെ. ഇവിടുന്ന് അടുത്തായിട്ടാണ്. അപ്പോൾ വന്ന് കയറിയാൻ എൻ്റെ പൊന്നെ. അപ്പോൾ ഏതായാലും പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ പോയി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ 12 മണിയായപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ പിക്കപ്പ് അടിച്ചില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വന്ന് കഴിച്ചു.
കഴിച്ചിപ്പോൾ സമയം 12:40 12:40 നമുക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് അടിച്ചായിരുന്നു, പിക്കപ്പ് അടിച്ചായിരുന്നു. T2 ഒന്ന് പിക്കപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിക്കപ്പ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് നമുക്ക് 27 കിലോമീറ്ററാണ് 27 കിലോമീറ്റർ നമുക്ക് കിട്ടിയത് 505 രൂപ സംതിങ് ആണ് കിട്ടിയത്. കുഴപ്പമില്ലാത്ത ട്രിപ്പായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ട്രിപ്പ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ നോൺ AC ട്രിപ്പ് മാറ്റിയോ എന്ന് ഒരു ഡൗട്ടുണ്ട്. കാരണം ഇപ്പം 2 ദിവസം വന്ന് എടുത്തപ്പോഴും എനിക്ക് നോൺ AC ട്രിപ്പ് അടിച്ചില്ല, AC ട്രിപ്പ് തന്നെയാണ് ഊബർ ഗോ തന്നെയാണ് അടിച്ചേക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മളിവിടെ വന്നിട്ട് ചോറും ചിക്കൻ കറിയാണ് മേടിച്ച് കഴിച്ചത്. നമ്മൾ ബിരിയാണി തട്ടി. ഇന്നലെ ചോറും ചിക്കൻ കറിയും മേടിച്ചപ്പോഴത്തേനും ഈ 110 രൂപ ആയത്. ഇന്ന് ബിരിയാണി മേടിച്ചപ്പോഴത്തേനും 120 രൂപ. സെയിമാണ്, സെയിം ചോറും ചിക്കനും, ആ സെയിം ചോറും ചിക്കനും കൂടി മിക്സ് ചെയ്തത്. ചിക്കൻ പീസിന്റെ എണ്ണവും സെയിം തന്നെയായിരുന്നു. അല്ല, ഇന്നലെ എനിക്ക് തോന്നുന്നു 5 പീസോ 6 പീസോ കണ്ടിട്ട്. ഇന്ന് ബിരിയാണിക്കകത്ത് 4 പീസേ ഉള്ളായിരുന്നു. അതാണ്. അപ്പൊ ചോറും ചിക്കനും തന്നെ മേടിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ബിരിയാണി മേടിക്കുമ്പോൾ വില കൂടുന്നുണ്ട്. കൊള്ളാം. എന്തായാലും പിക്കപ്പ് എടുക്കാനായിട്ട് പോകുവാണ്. അപ്പം എടുത്തിട്ട് നമുക്ക് നോക്കാം. വണ്ടി ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ വന്നപ്പോഴത്തേനും 200 സംതിങ് ആണ് ക്യൂ കാണിച്ചത്. അപ്പോൾ പിന്നെ കഴിച്ചേക്കാന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഫ്ലൈറ്റ് 30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ട് എടുത്ത് വന്നത്. ഇനിയിപ്പം അറിയത്തില്ല എങ്ങനെയാണ് ചെല്ലുമ്പോഴത്തേനും ക്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാതായാലും. അപ്പോൾ ശരി, നമുക്ക് കാണാം. അപ്പോൾ സമയം 1:50 എയർപോർട്ട് ട്രിപ്പ് നമുക്ക് തേപ്പാണല്ലോ, അത് കാരണം പിന്നെ കുഴപ്പമില്ല. 35 കിലോമീറ്ററിന് 341 രൂപയാണ് നമുക്ക് കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യമില്ല, എയർപോർട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ട്രിപ്പില്ലാത്തപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ട്രിപ്പില്ലാത്തപ്പോൾ നമ്മൾ കിട്ടുന്ന ട്രിപ്പെല്ലാം അവിടെ ഓടുകയല്ലേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ വന്ന് പെട്ടത് സെൻറ്ററിലോട്ടാണ്. അവിടെ നമുക്ക് പിന്നെ വീണ്ടും ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, രാജാജി നഗർ. 9 കിലോമീറ്ററാണ് കാണിച്ചത്. 9 കിലോമീറ്ററിന് 164 രൂപ സംതിങ് ആണ് കാണിച്ചത്. അപ്പം 10 കിലോമീറ്ററിന് ഏകദേശം 15-16 രൂപ. കഴിഞ്ഞ ട്രിപ്പിന് നമുക്ക് 9-9:45 നമുക്ക് കിട്ടി. കുഴപ്പമില്ല. നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒക്കെ ട്രിപ്പ് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പം മൈൻഡൊക്കെ അങ്ങനെ സെറ്റായി. എയർപോർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തേപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം കുഴപ്പമില്ല. പിന്നെ ഉച്ച സമയമാണല്ലോ, അപ്പം നമുക്ക് ഏതായാലും നോക്കാം. അപ്പോൾ ഏതായാലും അടുത്ത ട്രിപ്പ് ഞാൻ എടുക്കാൻ പോകുകയാണ്. അപ്പോൾ അത് ക്യാൻസൽ ആകുമോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു ഇവിടെ ഫിനാൻസ് കിട്ടുമോ ഇല്ലയോ എന്ന് കഴിഞ്ഞ വീഡിയോയ്ക്ക്. അപ്പം ഞാൻ ഇവിടെ കല്യാണി മോട്ടോഴ്സിൽ ഒരു പ്രാവശ്യം പോയി അന്വേഷിച്ചായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഫിനാൻസ് കിട്ടും. പക്ഷേ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരാളുടെ ഒരു ആധാർ കാർഡ് വേണം. ഇവിടെയുള്ള ഒരാളുടെ ആധാർ കാർഡ് ആവശ്യമുണ്ട് എന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം അന്ന് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ അഡ്രസ് പ്രൂഫ്, നാട്ടിലെ ഉള്ള ആളുടെ പേരിൽ തന്നെ നമുക്ക് ഇത് ഫിനാൻസ് കിട്ടും. പക്ഷേ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരാളുടെ ഒരു ആധാർ കാർഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഫിനാൻസ് കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നെ നമ്മുടെ കൂട്ടുകാരെടുത്തത് അവർ ഫുള്ള് ക്യാഷ് കൊടുത്താണ് എടുത്തത്. ഫിനാൻസിൻ്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി വന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മുടെ എബ്ബാള് കഴിഞ്ഞ് ആർടി നഗർ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ട്രാഫിക് ആയിരുന്നു. എബ്ബാള് വരെ നമ്മൾ ചവിട്ടി നമുക്ക് പോരാമല്ലോ. അപ്പോൾ പിക്കപ്പിനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. 165 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആകെ പോസ്റ്റാണ് ഗൈസ്. നമുക്ക് കിലോമീറ്ററിനുള്ള ഓടിയ എമൗണ്ട് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇന്ന് 10 മണിക്ക് ഇറങ്ങിയതാണ്. സമയം ഏകദേശം 2:45 2:45 നമ്മൾ 1200 രൂപയ്ക്ക് ഓടിയിട്ടുള്ളത്. അപ്പം 5 മണിക്കൂറിന് 300 രൂപ വെച്ച് 1500 രൂപയ്ക്ക് ഓടേണ്ടതാണ്. പക്ഷേ
അത് കുഴപ്പമില്ല. നമ്മൾ എയർപോർട്ടിൽ പോയി നമ്മളൊരു 1 hour പോയല്ലോ, അപ്പം അതുകൊണ്ടാണെന്ന് വിചാരിക്കാം. പക്ഷേ കിലോമീറ്ററിന് നമുക്കായിട്ടില്ല. ഇപ്പം 115 കിലോമീറ്റർ ഓടിയിട്ടാണ് നമുക്ക് 1200 രൂപ കിട്ടിയേക്കുന്നത്. അപ്പം തെറി പറയാൻ വേണ്ടി അമ്മമാരവിടെ വണ്ടി നിർത്തിയിട്ട് തെറി പറയുന്നു. പോകാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞത് നമ്മൾ 115 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ 1200 രൂപ അയക്കുന്നത്. അപ്പോൾ നമുക്ക് കിലോമീറ്ററിന് കറക്റ്റ് 10 രൂപ വെച്ചേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ട്രിപ്പുകൾ നമുക്ക് ശോകമാണ്. ഇന്നത്തെ മെയിനായിട്ട് വിഷയം വന്നത് നമ്മൾ അങ്ങോട്ടുള്ള എയർപോർട്ടും തിരിച്ചുള്ള എയർപോർട്ടും ആണ് വിഷയം വന്നത്. 1, 2, 3, 4 ട്രിപ്പേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പം അടുത്ത 5ാമത്തെ ട്രിപ്പ് എടുക്കാനായിട്ട് പോകുന്നു. ട്രിപ്പ് ഏതായാലും അടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. കാരണം നമ്മൾ തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടിക്കുന്നുണ്ട്. അയാൾ നോക്കാം. ഈ ട്രിപ്പ് വന്നേക്കുന്നത് ഞാൻ കിലോമീറ്റർ നോക്കിയില്ല. ഒരു ആള് സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ട്രിപ്പ് വന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തത്. 350 രൂപ സംതിങ് കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ പോയാലും 15-20 കിലോമീറ്റർ ആണ്. KR പുരത്തിനെന്നാണ് തോന്നുന്നത്. KR പുരത്തിനായിരിക്കും. KR പുരം എന്ന് കണ്ട പോലെ എനിക്കൊരു ചെറിയൊരു ഓർമ്മ. അപ്പോൾ ഇത് രാജാജി നഗറിൽ നിന്ന് KR പുരം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15-20 കിലോമീറ്റർ കാണും. അപ്പോൾ അതായത് നോക്കാം. ഇപ്പം സമയം 3 മണിയായി. ഇപ്പം CNG ഇനിയിപ്പോൾ ഒന്നും കൂടെ അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. വളരെ പോസ്റ്റാണ് ഇന്നത്തെ പോസ്റ്റാണ്. ശരി, ആളെ എടുത്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പോസ്റ്റ് അയ്യപ്പത്തോടെ കണിയാവില്ല. അപ്പോൾ നമ്മുടെ ആ ട്രിപ്പും കഴിഞ്ഞു. സമയം 3:45 ആയിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പിന് 22 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും അത് 15 കിലോമീറ്റർ ട്രിപ്പാണ്. 15 ഒരു 17 കിലോമീറ്റർ ഓൾഡ് മദ്രാസ് റോഡ് വഴി വന്നു കഴിഞ്ഞാൽ 17 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇത് KR പുരത്താണ്. ഇപ്പം ഞാൻ പിന്നെ ഹെബ്ബാൾ വഴി ഔട്ടർ റിംഗ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് എത്തി. മറ്റേ ഇന്ദിരാനഗർ ആ MG റോഡ് വഴി കയറി പോന്നിരുന്നെങ്കിൽ നമുക്ക് സമയം പിടിച്ചേനെ. അപ്പോൾ പെട്ടെന്ന് എത്താൻ വേണ്ടി നമ്മൾ അപ്പുറത്തെ വഴി കൂടെ കസ്റ്റമറും പഞ്ചായത്തിലെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ 22 കിലോമീറ്ററിന് 360 രൂപയാണ് നമുക്ക് കിട്ടിയത്. 360 രൂപ. അങ്ങനെ ടോട്ടൽ നമ്മളിപ്പം 1550 രൂപ 1550 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പം 6 മണിക്കൂറായി. 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം 3 മണിയായി, 3:45. ഏകദേശം 6 മണിക്കൂർ ആറുണ്ട്. പിന്നെ നമ്മൾ 140 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 140 കിലോമീറ്റർ ഓടി. 140 കിലോമീറ്റർ ഓടിയിട്ടാണ് 1550 രൂപ ആയത്. അപ്പം ഇന്ന് നമുക്ക് ശോകമാണ്. ഇപ്പം ഏതായാലും ഇപ്പം നമുക്ക് ട്രിപ്പ് അടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രിപ്പ് എടുത്താലുള്ള കുഴപ്പം നമുക്ക് റേറ്റ് കുറവായിരിക്കും. 4 മണി കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് എടുക്കുന്നതാണ് ഇനി ബെറ്റർ. കാരണം ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് റേറ്റ് നമ്മൾ ഓടേണ്ടി വരും. ട്രാഫിക്കിലും വിടേണ്ടി വരും. മോനെ ഫ്രണ്ടിലൊരു പോർഷ കിടക്കുന്നുണ്ട്. പോർഷെ 911 ആണോ? അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് വിചാരിച്ചു, നമുക്കൊന്ന് പോയി CNG അങ്ങ് ഫില്ലാക്കി അടിച്ചു വെച്ചേക്കാന്ന് വെച്ച്. CNG അങ്ങ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഓർത്തങ്ങോട്ട് ടെൻഷൻ ആവണ്ടല്ലോ. അയ്യോ, പോർഷനെ പിടിക്കാൻ പറ്റുമോ നോക്കാം. പോർഷേ 911 ടെസ്റ്റ് ഡ്രൈവ് ആണോ? ഇതുപോലത്തെ ഒരു വണ്ടിയൊക്കെ നമുക്ക് എടുക്കണ്ടേ? എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ? എത്ര കോടിയായിരിക്കും അല്ലേ? വണ്ടിയൊക്കെ തലേ വരച്ചത് നമ്മുടെ വേണ്ട. നമുക്ക് നമ്മുടെ ലൈഫ് സന്തോഷമാണ്, ഹാപ്പിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം, സീനില്ല. വെട്ടടിക്കുന്നതാണ് കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ നിങ്ങൾക്ക്? നല്ല വെട്ടടിക്കുന്നുണ്ട്.
കളറൊക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ റൂഫ് അങ്ങ് ഓപ്പൺ ആക്കുമായിരുന്നെങ്കിൽ, ഇതിന് റൂഫ് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണോ? കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത്. റൂഫ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന വണ്ടിയാണോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൂഫ് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കുവാണെങ്കിൽ കാണാൻ. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആക്കത്തില്ല, നല്ല വെയിലടിക്കുന്നുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ 1.5 വെയിലടിക്കുന്നേ. അപ്പോൾ അതിൻ്റെ സമയത്ത് റൂഫ് ഓപ്പൺ ആക്കി പോയി കഴിഞ്ഞാൽ ആകെ ഇതാകുന്നു. പിന്നെ പൊടിയും ആ വണ്ടി പോകുന്ന വണ്ടിയുടെയൊക്കെ പൊടി കണ്ടോ, മൊത്തം വായിലടിച്ച് കയറും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി ഏതായാലും CNG അടിച്ചിട്ട് അവിടെ ബിരിയാണി കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ചിട്ട് ഇതുവരെ ഒരു വിശപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏതായാലും ഇതടിച്ചിട്ട് CNG അടിച്ച് നമുക്ക് ഒരു കുപ്പി വെള്ളവും മേടിക്കണം. വെള്ളം തീർന്നു. അപ്പോൾ വെള്ളം മേടിച്ചിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് എടുക്കാൻ പറ്റും. 4 മണി കഴിയുമ്പോഴത്തേനും എടുക്കാം. ഇപ്പോൾ എടുക്കുന്നത് നമുക്ക് ശോകമാണ്. അപ്പോൾ എനിക്ക് ട്രിപ്പ് അടിച്ച് 30 കിലോമീറ്ററിന് 480 രൂപ എന്നൊക്കെ പറഞ്ഞ് അടിച്ച്. അപ്പം ഒരു 4 മണി 4:30 ആവുകയാണെന്നുണ്ടെങ്കിൽ ആ 30 കിലോമീറ്റർ നമുക്ക് 600-700 രൂപ കിട്ടും. അപ്പം നമ്മളത് എടുത്താൽ മതിയല്ലോ. വെറുതെ എന്തിനാണ് ഇപ്പോഴേ എടുത്തിട്ട് അത്രയും കിലോമീറ്റർ കൊണ്ട് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ചെറിയ ട്രിപ്പ് വല്ലതും എടുക്കാമായിരുന്നു. ചെറിയ ട്രിപ്പൊന്നും അടിച്ചില്ല, എല്ലാം മൊത്തം വലുത് അടിച്ചത്. പിന്നെയും പോഷേ ഫ്രണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് പമ്പിൽ കയറാം. CNG അടിക്കാം. ഈ പമ്പായിരുന്നു, അടുത്ത പമ്പായിരുന്നോ? ഇതല്ലല്ലോ, ഇതല്ല, അപ്പുറത്തെ പമ്പ്. ഇപ്പം നമ്മളുള്ള KR പുരത്താണ്. KR പുരം. അപ്പം ഞാനേതായാലും CNG അടിച്ചിട്ട് കാണാം. ശരി, ബായ്. പോഷയൊക്കെ വിട്ടടിച്ച് പോയി അവൻ. ആ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ പറക്കും. അപ്പം ശരി, കാണാം. അപ്പോൾ സമയം 5:10 നമ്മൾ 4:15 തന്നെ നമ്മൾ ട്രിപ്പ് എടുത്തു. 4:15 തന്നെ ട്രിപ്പ് എടുത്തു. അത് KR പുരത്തുനിന്ന് ഇവിടെ വെല്ലന്തൂർ വരെയായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയത് 280 രൂപ സംതിങ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടോട്ടൽ 2800 രൂപ ആയിട്ടുണ്ട്. അത് ഏകദേശം 14 കിലോമീറ്റർ ഇല്ല, 13 കിലോമീറ്ററിന് 280 രൂപ. 20 രൂപ വെച്ചുണ്ടായിരുന്നതിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇപ്പം എന്തോ ഈ ഡ്രൈവ് പാസ് എന്ന് പറഞ്ഞൊരു സംഭവം എന്തോ അങ്ങനെ അക്കൗണ്ടിൽ ആക്ടിവേറ്റ് ആയി കാണിക്കുന്നുണ്ട്. അതിപ്പം എന്താണ് എന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. 3000 രൂപയ്ക്ക് ഓടുമ്പം 400 രൂപ കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. തന്നെയല്ല, 3000 രൂപയ്ക്ക് ഓടുമ്പോഴത്തേനും 420 വെച്ച് ഇന്നലെ വരെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ഇന്ന് വൈകുന്നേരം 8 മണിയാകുമ്പം അപ്ഡേറ്റ് ആകുമെന്ന് നോക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 400 രൂപ 3420 കൊടുക്കണം. ഈ ഡ്രൈവ് പാസിന് 400 കൊടുക്കണം. അപ്പം 820 രൂപ കൊടുക്കേണ്ടി വരുമോ 3000 രൂപയ്ക്ക്? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീരെ ഒന്നും കിട്ടാനില്ലല്ലോ. അതേതായാലും നാളെ ഒന്ന് കൺഫേം ആക്കണം. നാളെ സംഭവം ഇന്ന് ഓടുമ്പോഴത്തേനും. ഇനിയിപ്പോൾ ആ ഡ്രൈവ് പാസിൻ്റെ ഇത് തീരുമ്പം ഇനി നമ്മൾ പിന്നെയും പൈസ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ഫ്ലീറ്റ് കാർഡൊന്നും വിളിച്ചതുപോലെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ആകെ വള്ളിക്കെട്ടാണ്, ഒന്നും പറയണ്ട. ഞാനേതായാലും HSR സൈഡിലേക്ക് മെല്ലെ അങ്ങോട്ട് മൂവ് ചെയ്യുവാണ്. HSR ചിലപ്പോൾ നമുക്കൊരു വലിയ ട്രിപ്പ് ഇപ്പം ഇന്നിപ്പോൾ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നെങ്കിൽ വന്ന വഴിക്ക് 5 മണി ആയതേ ഉള്ളൂ. അപ്പം 6 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നല്ല ട്രാഫിക് ആകും. അപ്പം ആ സമയത്ത് 2 വലിയ ട്രിപ്പ് അങ്ങ് എടുക്കുവാണെങ്കിൽ കുറച്ച് ദൂരം അങ്ങ് ഓടാലോന്ന് വെച്ചിട്ടാണ്. എന്തായാലും നോക്കട്ടെ, ട്രിപ്പ് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ഡ്രൈവ് പാസിനെ പറ്റി എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് സംഭവം എന്ന്. ഇപ്പോൾ വീട്ടുകാരെ വിളിച്ചിട്ടാണെങ്കിൽ അവർ കിട്ടുന്നുമില്ല. അപ്പം ഇതിപ്പം നമ്മൾ 3000 രൂപയ്ക്ക് 400 രൂപ എന്നാണ് കാണിക്കുന്നത്. പിന്നെ 5000 രൂപയ്ക്ക് 3 ഓപ്ഷൻ കണ്ട് കാണിക്കുന്നുണ്ട്. 1000 രൂപയ്ക്ക് 200 രൂപയും 3000 രൂപയ്ക്ക് 400 രൂപയും 5000 രൂപയ്ക്ക് 600 രൂപയും അങ്ങനെ ഒരു 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണോ അതോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല.
സംഭവം നോക്കാം. അടുത്ത ട്രിപ്പ് കഴിയുമ്പോഴത്തേനും സംഭവം തീരുമല്ലോ, അപ്പം നോക്കാം. നമുക്ക് 2800 രൂപയായിട്ടുണ്ട്. അപ്പം ഒരു 200 രൂപ ട്രിപ്പും കൂടെ കഴിയുമ്പോഴത്തേനും 3000 സംഭവം തീരും. അപ്പോൾ അതായത് നമുക്കത് നോക്കാം അത് എങ്ങനെയാണ് അതിൻ്റെ പരിപാടിയെന്ന്. അപ്പോൾ ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാണ്ട് വരും. നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കുറേ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. നമ്മൾ 10 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 മണിക്കുള്ള ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാഞ്ഞത്. കാരണം 5 മണി കഴിഞ്ഞ് പിന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചപ്പോൾ 6 മണിയായി. 1 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അടുത്ത ട്രിപ്പ് അടിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചറപറ ട്രിപ്പ് ഒരു 4 ട്രിപ്പ് സംതിങ് അടിച്ചു നമുക്ക്. അപ്പോൾ എന്നിട്ട് ടോട്ടൽ നമ്മളിപ്പം 9 മണിയായി. 9 മണിയായപ്പോൾ നമ്മൾ 2900 രൂപയ്ക്ക് ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ നമുക്കിപ്പം ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മെല്ലെ ഇപ്പം ഉള്ളത് BTM BTM ഇന്ന് നല്ല ട്രാഫിക്കായിരുന്നു. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കായിരുന്നു. നല്ല ട്രാഫിക്കായിരുന്നു BTM സൈഡ്. അപ്പോൾ ആ ട്രാഫിക്കിൽ കൂടെയാണ് നമ്മൾ ഓടിയത്. അവസാനം തിരിച്ച് അവിടെ തന്നെ വരികയും ചെയ്തു. അപ്പം ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് ട്രിപ്പ് അടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മെല്ലെ ജയനഗർ JP നഗർ സൈഡിലോട്ട് ബനശങ്കരി സൈഡിലോട്ട് മൂവ് ചെയ്യുവാണ്. അപ്പം എവിടുന്നേലും ഒരു ട്രിപ്പ് അടിക്കുമായിരിക്കും. അപ്പം 9 മണി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ട്രിപ്പിന് റേറ്റ് കുറയും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രിപ്പ് നോക്കിയെടുക്കാം. പിന്നെ കഴിക്കണം. അപ്പം നോക്കാം നമുക്ക്. അപ്പോൾ ഇന്നിപ്പം 11 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ 10 മണിയായപ്പോൾ രാവിലെ 10 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. സമയം രാത്രി 9 മണിയായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ചെയ്തേക്കാം. അപ്പോൾ നമ്മളിപ്പം രാവിലെ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് അത് നോക്കാനായിട്ട് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്മളൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അതായത് ChatGPTയോടോ ഒക്കെ ചോദിച്ച് വേണം അതൊക്കെ എഴുതിയിടാനായിട്ട്. അപ്പോൾ അത് ഞാനതായാലും ഇന്ന് വൈകിട്ട് വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും സംഭവം ഇട്ടേക്കാം, നമ്പർ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുമോ അല്ലെങ്കിൽ കഴിക്കണോ എന്ന് നോക്കട്ടെ. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കടകൾ, വണ്ടി ഒന്ന് ഒതുക്കാൻ പറ്റുന്ന കടകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറി നല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാവുകയാണ്. അപ്പോൾ ഒരു ട്രിപ്പും കൂടെ അടിച്ചാലേ ഉള്ളൂ നമുക്ക് അറിയത്തുള്ളൂ റേറ്റ് കുറയിട്ടുണ്ടോ. കാരണം സാധാരണ ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കും റേറ്റ് കുറയാറുണ്ട്. അപ്പം ഇനിയിപ്പം 9 മണി 9:30 ആകുമ്പോൾ റേറ്റ് കുറയും. അപ്പം നമുക്ക് നോക്കാം. റേറ്റ് കുറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ട്രിപ്പും കൂടി എടുത്തിട്ട് പിന്നെ ഓക്കെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. കോരമംഗലം ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് ആ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ട്രിപ്പ് എടുക്കുമ്പോഴത്തേന് എൻ്റെ ഫോൺ വീഡിയോ ഓഫായി പോകും. ഒരു ഫോണേ ഉള്ളൂ. ഇപ്പം വീഡിയോ എടുക്കാനും ട്രിപ്പ് ഓടാനും മാപ്പ് നോക്കാനല്ല ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഓഫായി പോകും. അപ്പം ആ ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കോരമംഗലേക്കാണ്. ഇവിടുന്ന് 6 കിലോമീറ്ററാണ് കാണിച്ചത്. 6 കിലോമീറ്റർ 138 രൂപയാണ്. അപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ 5 കിലോമീറ്റർ 250 രൂപ 270 രൂപയ്ക്കാണ് 5 കിലോമീറ്റർ പോയിക്കൊണ്ടിരുന്നത് ഈ ട്രാഫിക് ഉള്ള സമയത്ത്. ട്രാഫിക് മീൻസ് പീക്ക് ടൈമിൽ. ഇപ്പം അപ്പോൾ അതായാലും ട്രിപ്പിൻ്റെ റേറ്റ് കുറഞ്ഞു. അപ്പോൾ അതായാലും കോരമംഗലം പോയി കഴിഞ്ഞാൽ കോരമംഗലം നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഏരിയ ആയതുകൊണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് കിട്ടും. അപ്പം ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് കോരമംഗലം എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം 9 മണിയാകുമ്പോഴത്തേനും റേറ്റ് കുറയും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മളിവിടെ വന്നു കഴിയുമ്പം നമ്മുടെ ഈ സമയത്തിനും ട്രിപ്പിനൊക്കെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പം 138 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും 3000 രൂപ ആകും. പക്ഷേ ട്രിപ്പിന് റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാലും ട്രാഫിക്കൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. ട്രാഫിക്കുണ്ട്. ഓവർ നമ്മുടെ തേപ്പാണ്. ഊബർ തേപ്പാണ്. ഈ റേറ്റ് ഒരു ബേസിക് ഒരു റേറ്റ് വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കസ്റ്റമേഴ്സിനും കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയിരിക്കും. പക്ഷേ അപ്പോൾ ഫ്രണ്ട്സ്, സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 12-12.5 മണിക്കൂർ ഓടിയിട്ടുണ്ട്.
ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ നമുക്ക് 2 ട്രിപ്പ് കൂടെ കിട്ടി. നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പം അതിങ്ങോട്ട് എടുത്ത് പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 220 കിലോമീറ്റർ 221 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന എമൗണ്ട് ടോട്ടൽ ഇപ്പോൾ ഇന്ന് ഓടിയിരിക്കുന്നത് 3300 രൂപയ്ക്കാണ് നമ്മൾ ടോട്ടൽ ഓടിയേക്കുന്നത്. 12 ട്രിപ്പ് നമ്മൾ ഓടിയിട്ടുണ്ട്. 12 ട്രിപ്പ് 3300 രൂപയ്ക്കാണ് 300 ചില്ലറ ആണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ 220 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ അത്രയും വന്നിരിക്കുന്നത്. അപ്പോൾ 2 തവണ നമ്മൾ CNG അടിച്ചു. ഞാൻ പറഞ്ഞാണല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ രാവിലെ ഒരു 690 രൂപയും പിന്നെ ഒരു 690 650 രൂപയും പിന്നെ ഒരു 350 രൂപ അങ്ങനെ കണ്ട് ഏകദേശം 1010 രൂപ സംതിങ് CNG അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 5 ഘട്ടം കൂടെ ബാക്കിയുണ്ട്. അപ്പം ഇനിയും കിലോമീറ്റർ ഓടും, കുഴപ്പമില്ല. നാളെ ഒരു 100 കിലോമീറ്റർ കൊണ്ട് ഈ കട്ടക്കകത്ത് ഓടും, കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ ഊബറിൻ്റെ ആൽഗോരിതം നമുക്കിപ്പോൾ അറിയാവുന്നതുപോലെ യൂട്യൂബിൻ്റെ ആൽഗോരിതം നമുക്കറിയത്തില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ഞാൻ വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ നമ്മൾ ഈ ChatGPT നോക്കിയാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത്. അപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡിസ്ക്രിപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കുള്ള ഡിസ്ക്രിപ്ഷൻ ഇന്ന് ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ നമ്പറും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, മെസ്സേജ് അയച്ചിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് കൊത്തനൂർ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് സാധാരണ ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിക്കാം. കഴിക്കുമ്പോൾ 120 രൂപ 130 രൂപ ആവും. ട്രിപ്പ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇപ്പം രാത്രിയിൽ ട്രിപ്പ് ആയിട്ടുണ്ട്. ഞാനിപ്പം പരിപാടി നിർത്തിക്കഴിഞ്ഞ് ഓഫ്ലൈൻ ആവുന്നതിന് വണ്ടി ഓഫ്ലൈൻ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചായിരുന്നു. അപ്പം ട്രിപ്പ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു പെടലി വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ നിർത്തിയേക്കാന്ന് വെച്ചു. 12 മണിക്കൂറായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഓടാൻ സുഖമാണ്. പക്ഷേ ഇനിയിപ്പോൾ ഓടുമ്പോഴത്തേനും കിലോമീറ്റർ കൂടും, അത് വേറെ കാര്യം. എന്നാലും ഇപ്പോൾ ഓടാൻ സുഖമാണ്. അപ്പോൾ ഏതായാലും വീഡിയോ കാലം കുറച്ച് നിർത്തുവാണ്.